തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശിയാണ് മിഷണറി പ്രവർത്തകനായ വിമൽ പ്രദീപ്. കുട്ടിക്കാലത്ത് ബാധിച്ച ചുഴലി രോഗം ഭവനാന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച നിരാശാജനകമായ അനുഭവങ്ങൾ, മരണകരമായ രോഗത്തെ നേരിട്ട അനുഭവം, ക്രിസ്തീയ കൂട്ടായ്മയുടെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥന സങ്കട ദിനങ്ങൾക്ക് അന്ത്യം കുറിച്ചു. കർത്താവിനെ അറിയുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് കരുതിയിരിക്കുന്നത്. ജീവിതത്തിൽ തന്നെ എന്തായിത്തീരും എന്നൊക്കെ ചിന്തിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഓരോ നിമിഷവും മുൻപോട്ട് പോകുവാൻ പറ്റാത്ത വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതീവ സന്തുഷ്ടനായിട്ടാണ് ഞാനായിരിക്കുന്നത്. ഞാൻ പാർക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് തിരുവനന്തപുരം താലൂക്കിലെ കുടപ്പനക്കുന്ന് വില്ലേജിൽ ഇളയമ്പള്ളി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണെങ്കിൽ ഇത് കോർപ്പറേഷൻ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഗ്രാമത്തിലാണ് എൻ്റെ ജീവിതമെന്ന് പറയുന്നത്. ഏതിൽ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണമെന്നുള്ള പരിങ്ങലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. കാരണം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് ഒരു ഹിന്ദു ആയിരുന്നു. എൻ്റെ മാതാവ് റോമൻ കാത്തലിക് ചർച്ചുമായി ആ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് തലമുറയോളം ജീവിച്ച ഒരു മാതാവാണ്. മാതാവിൻ്റെ ഒരു പരമ്പരയാണ് എൻ്റെ മാതാവിൻ്റെ പരമ്പര എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ പിതാവുമായിട്ട് വിവാഹം കഴിയുകയും പിതാവ് ഒരു കർക്കശക്കാരനായതുകൊണ്ട് വളരെ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അമ്മേതായിരിക്കുന്ന വിശ്വാസത്തിൽ ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നിട്ടും ആ വിശ്വാസത്തിൽ മുൻപോട്ട് പോകാൻ പറ്റാതെ എൻ്റെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ജീവിക്കുന്ന ഒരു സമയമായിരുന്നു. എങ്ങനെ കർത്താവിനെ അറിഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഈ പ്രാർത്ഥനകൾക്കൊന്നും വലിയ സോഴ്സ് ഇല്ലാത്തൊരു സമയം, ഒരു കാലഘട്ടമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ആരാധന നടക്കുകയാണെങ്കിൽ ആ ആരാധന അലക്ഷ്യമാക്കുക, അവിടെ നിന്നുണ്ടാകുന്ന ആരാധനയുടെ ആ ശബ്ദത്തിനനുസരിച്ച് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക, അങ്ങനെ വല്ലാത്തൊരു രീതിയിൽ പോകുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ആ പ്രദേശത്തിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഇളയമ്പള്ളി എന്ന് പറഞ്ഞ റോഡ്, ഈ സ്ഥലം ഒരു ഭാഗത്ത് വ്യത്യസ്തരായ ആൾക്കാർ താമസിക്കുന്നതും മറുഭാഗമെന്ന് പറയുന്നത് ഒരു കോളനിയുമാണ്. ഞങ്ങൾ ഈ റൈറ്റ് സൈഡിലാണ് ഞങ്ങൾ കോളനിയിലല്ല താമസിച്ചത്. എങ്കിലും വളരെ പ്രശ്നമുഖരിതമായ ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശമെന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഞങ്ങൾ യേശുവിനെ അറിയാനുള്ള മെയിൻ കാരണം അമ്മ അറിഞ്ഞിരുന്ന വിശ്വാസത്തിൽ പോകുവാൻ പറ്റാതെ വണ്ണം ഒത്തിരി വിഷമങ്ങൾ അച്ഛൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ആരാധനയ്ക്ക് പോകുവാനോ അല്ലെങ്കിൽ അമ്മയുടെ ബന്ധുക്കളായിട്ടൊക്കെ മിണ്ടാനോ ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ അച്ഛൻ സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് അമ്മയ്ക്കും അപ്പനും ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകുന്നത്. വളരെ സന്തോഷമായിരുന്നു, ആൺകുഞ്ഞായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം മുൻപോട്ട് ഇരുന്ന സമയത്ത് അവന് ഈ കുതിര ജന്നി എന്നൊരു ഫിക്സാണ്, അത് കുതിര ജന്നി എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയുന്നത്. ആ അസുഖം എൻ്റെ ജ്യേഷ്ഠന് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുന്നത് വളരെ പ്രയാസമുള്ള ഒരു രോഗമാണ്. വ്യത്യസ്തമായിട്ട് ഈ ഫിക്സിൻ്റെ അസുഖങ്ങളുണ്ട്. പക്ഷെ അതിൽ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകാരിയായിട്ടുള്ളൊരു ചുഴലി രോഗമായിരുന്നു ഈ കുതിരജന്നി എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ ചേട്ടൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ലോകം വിട്ട് മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനുണ്ടായി. വളരെ സന്തോഷമുണ്ടായിരുന്നു. അവന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ ജന്മം നടക്കുന്നത്. എൻ്റെ ജന്മം വളരെ സന്തോഷമായിരുന്നു. കാരണം തുടർമാനമായിട്ട് 3 മക്കളെ ലഭിച്ചു. ഒരു മകൻ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു.
ഞാൻ ഇളയ കുഞ്ഞാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ ജനനത്തെ തന്നെ അവരെതിരേറ്റത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ വളരെ പ്രയാസകരമാകുന്ന രീതിയിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠന് വന്ന രോഗം എനിക്കും വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് ഞങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല ദേശമൊക്കെ, കാരണം ഒരു വ്യത്യസ്തമായ ഒരു അസുഖമാണ്, നോക്കി നിൽക്കുവാനായിട്ട് ആർക്കും പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ചുഴലിയൊരു രോഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പല പ്രാവശ്യം ഞാൻ എൻ്റെ നാക്ക് കടിച്ചു മുറിച്ചു, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴുമുണ്ട്. എൻ്റെ നാക്ക് രണ്ടായിട്ട് മുറിഞ്ഞത് പിന്നെ അതിനെ കുത്തിക്കെട്ടി വെച്ചതാണ്. കാണിക്കാത്ത ഹോസ്പിറ്റലുകളില്ല, പോകാത്ത ആരാധനാലയങ്ങളില്ല, പോകാത്ത തീർത്ഥ സ്ഥലങ്ങളൊന്നുമില്ല. ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എങ്കിലും എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു, നമുക്കൊരു പ്രാർത്ഥനാ സ്ഥലത്ത്, വീടിനടുത്തൊരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്, അവിടേക്ക് കൊണ്ടുപോകാൻ പല പ്രാവശ്യവും എൻ്റെ മാതാവ് എൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ പിതാവിൻ്റെ വിശ്വാസത്തിൽ ഉറപ്പുള്ളത് കൊണ്ടും ക്രിസ്തീയ വിശ്വാസത്തെ വളരെ അവജ്ഞയോടുകൂടി കാണുന്നത് കൊണ്ടും ആ പ്രാർത്ഥനയ്ക്കൊന്നും പോകുവാൻ അച്ഛൻ തൽപരനായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പരിധിവരെ എന്നെ കാണിക്കേണ്ട ഡോക്ടേഴ്സിനെ കാണിക്കുവാനുള്ള താല്പര്യമായിരുന്നു. അവസാനം ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകുക, ഇവന് കൊടുക്കാനുള്ളത് കൊടുക്കുക, ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും കൊടുക്കാനുള്ളത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് അവർ പറഞ്ഞയച്ചു. അങ്ങനെ ഏത് സമയത്ത് വളരെ ഭയപ്പെടുന്ന, ചിന്തിക്കുന്ന രീതിയിലൊക്കെയാണ് എന്നെ അവിടേക്ക് കൊണ്ടുവന്നത് തന്നെ. അങ്ങനെ എൻ്റെ നാട്ടുകാർ എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം കണ്ടതാണ്, ഞാനും എങ്ങനെയായിത്തീരും, ഈ രോഗം ഇവൻ്റെ ജീവിതം എങ്ങനെയായിത്തീരുമെന്ന് അവരിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് രണ്ടും കൽപ്പിച്ച് ഞങ്ങളുടെ അടുത്ത് ഒരു ചെറിയ ഷെഡിൽ ആരാധന നടക്കുന്ന ഒരു പിതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ പിതാവിനോട് ചോദിച്ചു, നിങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യില്ലേ, ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, കർത്താവ് അവനെ വിടുവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വെച്ച ഒരു നിബന്ധന ഇപ്പോഴും എൻ്റെ മാതാവ് പറയാറുണ്ട്. അച്ഛൻ വെച്ച നിബന്ധന എന്ന് പറയുന്നത്, കുഞ്ഞ് ജീവിച്ചില്ല എങ്കിൽ ഈ ആരാധന ഇവിടെ നടത്താൻ, കാരണം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തായിട്ടാണ് ഈ ആരാധന നടക്കുന്നത്, ഈ ആരാധന ഇവിടെ നടക്കുവാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ നാട്ടുകാരുമായിട്ട് അച്ഛൻ്റെ സംസാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ അവിടെയുണ്ട്. അവരൊക്കെ ഒരുമിച്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടല്ലേ വന്നത്, നമുക്ക് പ്രാർത്ഥിച്ച് നോക്കാം. അങ്ങനെ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ സഭയും ആ പിതാവും കുടുംബവും എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ പരിണിത ഫലമായി 3-ാമത്തെ ദിവസം കർത്താവ് എനിക്ക് ഈ രോഗത്തിൽ നിന്ന് വളരെ വിടുതൽ തരുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ തുടർന്നുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങൾ ആരാധനയ്ക്ക് പോവുകയും സൺഡേ സ്കൂളുകൾ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു സമയമായിരുന്നു. എങ്കിലും എൻ്റെ പിതാവ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ല. അദ്ദേഹം ഞാൻ രക്ഷപ്പെട്ട്, പ്രാർത്ഥന കൊണ്ടാണ് രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോകുവാനുള്ള സമ്മതം മൂളുകയും അദ്ദേഹം ഈ ആരാധനയോട് കടന്നു വരാത്ത ഒരു അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ യേശുവിനെ അറിയുക എന്ന് പറയുന്നത്, എൻ്റെ കുടുംബം അറിഞ്ഞത് എൻ്റെ രോഗത്തോടു കൂടിയാണ്. രണ്ടാമത് വേറൊരു ഘട്ടമുണ്ട്. കാരണം കുഞ്ഞുനാളിലെ നമ്മുടെ വിശ്വാസമല്ലല്ലോ പിന്നെ മുമ്പിലോട്ട് കടന്നു വരുമ്പോൾ വളരെ സന്തോഷം. എൻ്റെ പിതാവ് ഒരു കോൺട്രാക്റ്റായിരുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ അതിദാരിദ്ര്യത്തിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ നല്ല നിലവാരത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടമായിരുന്നു. എൻ്റെ ചേട്ടൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തി. അതിനുള്ള അവസരം കിട്ടിയില്ല. രണ്ടാമത്
ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 2 തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന് ലെഫ്റ്റ് സൈഡ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് കോളനി, റൈറ്റ് സൈഡ് ഞങ്ങളുടെ ഭവനങ്ങളും മറ്റുള്ള ഭവനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നു. പിതാവ് പോയി, മാതാവ് മാനസികമായിട്ട് വളരെ തളർന്നു പോയി. കാരണം അത്രത്തോളം സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ നല്ലവണ്ണം ഞങ്ങളെ നോക്കി, നല്ലതുപോലെ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കും പഠിക്കുവാനുള്ള കഴിവുമുണ്ടായിരുന്നു. അപ്പോൾ പിതാവിൻ്റെ ഈ പിരിഞ്ഞു പോക്ക്, ഞങ്ങളെ ഉപേക്ഷിച്ചുള്ള പോക്ക്, അത് വളരെ പ്രയാസകരമായി തീർന്നു. പിന്നീട് അങ്ങോട്ട് അമ്മ ഭവനത്തിലാണ്, ചേട്ടൻ പഠനം നിർത്തി അവനും ഭവനത്തിലാണ്. എന്നെപ്പോലെ കായികമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുവാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും അവനില്ല. അവന് പഠിക്കണം, നല്ല നിലയിൽ എത്തിച്ചേരണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയമാണ്. കാരണം അവൻ ഉന്നത നിലയിൽ പഠിപ്പിക്കണമെന്നൊക്കെ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഈ കാശുമായിട്ട് പോകുന്നത്. അത് വളരെ ഞങ്ങൾക്ക് പ്രയാസകരമായി തീർന്നു. സത്യം പറയാമെന്ന് വെച്ചാൽ ഒരു 9ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് നമ്മുടെ പേരുക്കട കുണപ്പിനക്കുന്നിനടുത്തുള്ള ലൂതറൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വീട്ടിലെ സാഹചര്യം വളരെ പരിതാപകരമായതുകൊണ്ട് ഞാൻ പഠനവും ചെറിയ ചെറിയ ജോലികളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടു. കാരണം കൊച്ചുപ്രായത്തിൽ തന്നെ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പണികൾ ഞാൻ പോയി. കൂലി എത്രയാണ് എനിക്ക് തരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ തരുന്നതും മേടിച്ച് ഞാൻ ഭവനത്തിലേക്ക് കടന്നു വരും. സത്യം പറഞ്ഞാൽ ഈ ആലയിൽ തുരുത്തി കറക്കാനായിട്ട് പോകും. ഏകദേശം ഒരു 10-27 വർഷത്തിന് മുമ്പുള്ള കാര്യമായിരുന്നു. തുരുത്തി കറക്കാനായിട്ട് പോകും. തുരുത്തി കറക്കാനായിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കും, അത് വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ വെൽഡിങ്ങിൻ്റെ പണിക്കായിട്ട് പോയി, മേശരിമാരോട് സഹായിക്കാനായിട്ട് പോയി, ചാണകമൊക്കെ കോരാനായിട്ട്. അപ്പോൾ ഈ ചെറുപ്രായത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അന്തരീക്ഷം ആയതുകൊണ്ട് സ്കൂളിൽ നിന്നും എനിക്ക് ഇടയ്ക്ക് പോകുവാനും അവധി എടുത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു ഒരു അനുവാദം എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ വളരെ കഷ്ടപ്പാടോടുകൂടിയാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണമെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തിച്ചേരപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. 10ാം ക്ലാസ്സായി. അധികമൊന്നും സ്കൂളിൽ നിന്ന് ഞാൻ പോയിട്ടില്ല. ജസ്റ്റ് അഡ്മിഷൻ എടുത്തു. ഇതിനിടയ്ക്ക് സ്കൂളിൽ നിന്ന് എന്നെ പറഞ്ഞു വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനി പരീക്ഷയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഇടയ്ക്ക് വെച്ച് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. സത്യം പറയാം, എന്നെ അറിയുന്നവർക്കറിയാം, ഈ പ്രായത്തിൽ തന്നെ ഞാൻ ലഹരിക്ക് അടിമയായിത്തീർന്നു. 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിത്തീർന്നു. കാരണം ഞങ്ങളുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. കാരണം ജോലിക്ക് പോയിട്ട് വരണം, കുഞ്ഞു ശരീരമാണ്, ശരീരത്തിൽ തളർച്ച ഉണ്ടാകുമ്പോഴൊക്കെ സുഹൃത്തുക്കളൊക്കെ പറയും, ഇച്ചിരി കുടിച്ചാൽ ശരീരത്തിൻ്റെ വേദനയൊക്കെ മാറും എന്നിങ്ങനെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ചെറുപ്രായത്തിൽ തന്നെ അതികഠിനമായി മദ്യപിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. മദ്യപിച്ച് റോഡുകളിലും മരങ്ങളിലൊക്കെ ഇരുന്ന് പാട്ട് പാടുക, അങ്ങനെ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ് ഞാൻ അധികം പഠിക്കാതെ തന്നെ ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രിക്കായിട്ട് കേശവദാസൻ മഹാത്മാഗാന്ധി കോളേജിൽ ഞാൻ പഠിച്ചു. ആ പഠനം എന്നൊക്കെ പറയുന്നത് കൂടുതലും ഞാനിങ്ങനെ ജോലിക്ക് പോകുന്നൊരു അനുഭവമായിരുന്നു. പിന്നെ ആദ്യം കുടുംബത്തിനാണെങ്കിൽ പിന്നെ ജോലിക്ക് പോകുന്നത് സുഹൃത്തുക്കളുമായിട്ട്, ഞാൻ എൻ്റെ പ്രായക്കാരിൽ എന്നെക്കാളും മുതിർന്ന സുഹൃത്തുക്കളുമായിട്ടാണ് ഞാൻ സഹകരിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു തികഞ്ഞ മദ്യപാനിയായി. ചെറിയ ചെറിയ കേസുകളൊക്കെ ഇങ്ങനെ എൻ്റെ പേരിൽ പറയപ്പെടാനായിട്ടൊക്കെ തുടങ്ങി.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സിറ്റിയുടെ പല ഭാഗങ്ങളിൽ അറിയപ്പെട്ട ഗുണ്ടകളുമായിട്ടൊക്കെ ഞാൻ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. അങ്ങനെ ഇരിക്കവേ എന്നെ അധികം ഞങ്ങളെ കുടുംബത്തെ അധികം സ്നേഹിക്കുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം കോട്ടയംകാരനാണ്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ ചർച്ചിൻ്റെ ട്രാൻസ്ഫറായിട്ടും ഞങ്ങളുടെ ചർച്ചിൽ മാറി വന്നതാണ്. അപ്പോൾ എൻ്റെ പോക്ക് അത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കി, അപ്പോൾ തന്നെ ഇത്രയും ദൂഷ്യ സ്വഭാവങ്ങൾ എനിക്കുണ്ടെങ്കിൽ തന്നെയും എന്നെ കുറച്ച് നേരത്തെങ്കിലും നിശബ്ദനാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അദ്ദേഹം ഞങ്ങളുടെ സഭയുടെ പണി നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സഭയുടെ പണി തീരുന്നത് വരെ നീ ഇവിടെ കാണണം, കാരണം എക്സ്ട്രാ കാശൊന്നും പുറത്ത് കൊടുക്കാനായിട്ടില്ല, നീ സഭയുടെ പണി തീരുന്നത് വരെ ഇവിടെ കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനിക്കുന്നത് കൊണ്ടും അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും ഞാൻ ആ ചർച്ചിൽ നിന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ നാട്ടിൽ പോകും. ചില സമയത്ത് ചർച്ചയിൽ പണിയില്ലാത്ത സമയത്ത് ഞാൻ രാത്രി ഒക്കെ മദ്യപിച്ചിട്ട് ഞാൻ ചർച്ചിൻ്റെ മുകളിൽ വന്ന് കിടന്നുറങ്ങുന്ന ഒരു സമയമുണ്ടായിരുന്നു. ചെറിയ ചെറിയ കേസുകളും വെറ്റി കേസുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നു. ചെയ്തതും ചെയ്യാത്തതുമായ ഒത്തിരി കുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഇന്ന ആളുടെ മകൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സംസാരിക്കാനായിട്ട് തുടങ്ങി. എവിടെ എത്തിച്ചേരുമെന്നൊക്കെ ഞങ്ങളുടെ ജനങ്ങൾ പോലും ചിന്തിക്കുന്ന നിലവാരത്തിൽ എൻ്റെ ജീവിതമായി തീർന്നു. ഇതിനിടയ്ക്കൊരു സംഭവം, ഈ ഞങ്ങളുടെ പിതാവ് പോകുന്നത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ സമയത്ത് ചൈൽഡ് ഇവാഞ്ചലിസം എന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് KM ഫിലിപ്പ് സാറാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു 45 വർഷമായിട്ട് ചൈൽഡ് ഇവാഞ്ചലിസത്തിൻ്റെ സെമിനാറുകൾ ഡിസംബർ 26, 27, 28 തീയതികളിലൊക്കെ അദ്ദേഹം നടത്താറ്. കൂടുതലും ഈ സെമിനാറുകൾ അന്നത്തെ കാലത്ത് നടന്നിട്ടുള്ളത് സാൽവേഷൻ ആർമി കോമ്പൗണ്ടിൽ വെച്ചാണ്. ആ സമയത്ത് ഒരു അയാളാണ് അന്നത്തെ മുഖ്യ പ്രഭാഷകനായിട്ട് ഒരു ദിവസം വന്നത്. അദ്ദേഹം സുവിശേഷണത്തിന് വേണ്ടി മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുകയും, ആ സമയത്ത് ഞാൻ സ്വഭാവം കൊണ്ട് നല്ല മനുഷ്യനല്ല എങ്കിലും ഞാൻ ഒരു തീരുമാനമെടുത്തു, ഒരു മാർട്ടിയറാവണം, ഒരു രക്തസാക്ഷിയാവണം, അങ്ങനെയുള്ളൊരു മുമ്പോട്ട് കടന്നു വരണമെന്ന് പറഞ്ഞ സമയത്ത് ഞാനും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്നത്തെ സത്യം പറഞ്ഞാൽ സ്വഭാവദൂഷ്യമുണ്ടെങ്കിലും അന്ന് യിൽ കൂടി സംസാരിച്ച വചനങ്ങളും മിഷണറി പ്രവർത്തനത്തിൻ്റെ രീതികളൊക്കെ എന്നെ ഹൃദയത്തിൽ വളരെയധികം സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാനൊരു മാർട്ടിയറായി തീരുവാൻ, ഒരു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീരുവാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം ആണ് ഞാൻ വീണ്ടും എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ ചർച്ചിൻ്റെ പണി ഏകദേശം 3/4 ഭാഗമായ സമയത്ത് എന്നോട് പറഞ്ഞു, ഡൽഹിയിലൊരു ബൈബിൾ സ്കൂളുണ്ട്, ലോകത്തിൽ അറിയപ്പെട്ട ഒരു ബൈബിൾ സ്കൂളാണ്, ആ ബൈബിൾ സ്കൂളിൽ പഠനത്തിന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പാസ്റ്റർ എനിക്ക് അതിൽ യാതൊരു താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഡൽഹി ഒന്നും കണ്ടിട്ടില്ലല്ലോ, നീ ഒരു പ്രാവശ്യം പോയിട്ട് വരണമെന്ന് പറഞ്ഞ് ഒരു മനപരിവർത്തനമില്ലാത്ത എന്നെ അദ്ദേഹം നിർബന്ധിച്ച് ആ ബൈബിൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്നത്തെ ഇത് വെച്ച് നോക്കിയാൽ ദൈവിക പഠനത്തിന് ആവശ്യമായ യാതൊരു ക്വാളിറ്റിയും എനിക്കില്ലായിരുന്നു. ഞാൻ പിൻപറ്റിയിരുന്ന എൻ്റെ ഈ സ്വഭാവ ദൂഷ്യങ്ങളുമായിട്ടാണ് ഞാൻ യാത്ര തിരിച്ചത് തന്നെ. ഞാൻ ആ കോളേജിലേക്ക് പോകുന്ന സമയത്ത് തന്നെ വളരെ മദ്യപിച്ചിട്ടാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. ഞാൻ കോളേജിൽ പോയി എല്ലാ പ്രാവശ്യവും ആപ്ലിക്കേഷൻ ഫോം തരും, അതിൽ നമ്മൾ എഴുതണം, നാം കർത്താവിനെ അറിഞ്ഞത്, നമ്മൾ സ്നാനം സ്വീകരിച്ചത് ഒക്കെ ഇങ്ങനെ എഴുതണം. ആ ഭാഗങ്ങളൊന്നും എനിക്ക് പൂരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ബാച്ച് തന്നെ 900 പേര് വരെ കാണും. ഫസ്റ്റ് ബാച്ച് BTHൻ്റെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ 900 പേര് കാണും. പലപ്പോഴും ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ മാത്രമേ കാണത്തുള്ളൂ അവിടെ.
അങ്ങനെ ഇരുന്ന സമയത്ത് 2 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം നാട്ടിൽ പോകാനൊന്നും സാഹചര്യമില്ല. കാരണം സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല, വീട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ല. അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ വർഷം ഞാൻ വെക്കേഷന് കടന്നു പോയപ്പോൾ ഒരു രാത്രി ഞാൻ കാരണം ഞാൻ എന്നിട്ടും ഈ വിശ്വാസത്തിൽ മനപരിവർത്തനമല്ല, ഈ വിശ്വാസം നിലനിന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് സൺഡേ സ്കൂളിൽ ഞാൻ പഠിച്ച വചനങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെക്കേഷന് ഞങ്ങൾ രാജസ്ഥാനിലെ സീക്കർ എന്ന സ്ഥലത്താണ് പോയത്. അവിടെ വെച്ച് രാത്രി കർത്താവ് എന്നോട് സംസാരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തതും കർത്താവിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളും ഒക്കെ സംസാരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് ഞങ്ങളുടെ ചർച്ചിൽ ആ ചർച്ചിൽ സ്നാനം നടക്കുന്ന സമയമാണ്. ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ സ്നാനപ്പെടുമോ എന്നും എനിക്ക് തന്നെ അറിഞ്ഞുകൂടാത്തൊരു അന്തരീക്ഷമായിരുന്നു. അന്ന് ഞങ്ങളിങ്ങനെ സ്നാനക്കടവിലേക്ക് പോകുന്ന സമയത്ത് അത് രാത്രി തന്നെ ഞാൻ കർത്താവിനെ വീണ്ടും സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. വളരെ ഒരു പശ്ചാത്താപം എനിക്കുണ്ടായി. കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് രാവിലെ സ്നാനത്തിന് പോകുന്നൊരു കൂട്ടത്തിൽ പോവുകയും, അന്ന് ഭയങ്കര തണുപ്പുള്ള ഒരു സമയമാണ് രാജസ്ഥാനിൽ, പോവുകയും അവിടെ വെച്ചാണ് ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. പിന്നീടുള്ള യാത്ര എന്ന് പറയുന്നത് എനിക്ക് ഗ്രേസിൽ അധികമൊന്നും മുമ്പോട്ട് പോകാനായിട്ട് പറ്റിയില്ല. അവിടെ നിന്ന് ഞാൻ വീണ്ടും ഇറങ്ങുകയാണ്. സാമാന്യം ആംഗലേയ ഭാഷയൊക്കെ പഠിച്ചു, ഇനി നാട്ടിലേക്ക് പോകാം എന്നുള്ള ചിന്തയിലിരുന്ന സമയത്ത് എൻ്റെ പാസ്റ്റർ, എൻ്റെ കസിൻസൊക്കെ പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ നാട്ടിലേക്ക് അവൻ വരരുത് എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഞാൻ രാജസ്ഥാനിലേക്കാണ് പോയത്. അവിടെ വെച്ചും എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ നല്ലതൊന്നും അറിയാം, ഈ സാഹചര്യമായിട്ട് ഒരിക്കലും വിമൽ പൊരുത്തപ്പെട്ടു പോകുകയില്ല എന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. ഞങ്ങൾ 8 പേരാണ് ആ കോളേജിൽ നിന്ന് അവിടേക്ക് പോയത്. പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട്. പലരും പറഞ്ഞു ഇവൻ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകും. പക്ഷേ അവർ 7 പേരും നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ഞാൻ രാജസ്ഥാനിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. വിമൽ പ്രദീപ് ചെറുപ്രായത്തിൽ തന്നെ ചെയ്യേണ്ടി വന്ന ജോലികൾ നിരവധിയാണ്. മദ്യപാനശീലം തകർത്ത ജീവിതത്തെ ഒടുവിൽ യേശു സ്പർശിച്ച മനോഹരമായ അനുഭവം. ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യനെ ഇന്ന് എനിക്ക് ലഭിക്കാത്ത വേദികളില്ല. വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുവാനുള്ള വഴികളൊക്കെ എനിക്ക് തുറന്നു കിട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഇങ്ങനെ ആയിത്തീർന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയുവാനായിട്ട് ഇടയായിത്തീരും, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹമാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത്. അല്ല, ഞാൻ കേട്ടിട്ടുള്ള വചനങ്ങൾ സ്വീകരിപ്പാനും യേശു ജീവിക്കുന്ന കർത്താവെന്ന് മനസ്സിലാക്കുവാനും ഉള്ള അറിവ് കർത്താവ് എനിക്ക് പകരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരിക്കലും ചിന്തിച്ചതല്ല. ഞാൻ ഇന്ന് പകലിൽ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഞാനൊന്ന് പോയി. ആ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനൊരു സാക്ഷ്യം പറയാനായിട്ട് പോകുകയാണ്. അപ്പോൾ നാട്ടിലെ എൻ്റെ പഴയ സുഹൃത്തുക്കൾ പറഞ്ഞു, നല്ലൊരു സാക്ഷ്യം പറയാൻ നിനക്ക് മാത്രമേ കാണത്തുള്ളൂ. കാരണം രാവിലെ മുതലേ മദ്യത്തിനും ഒക്കെ അടിമകളായി എൻ്റെ കൂട്ടുകാർ ഒക്കെ ഇരിക്കുന്നത് കണ്ടു. പക്ഷേ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് അത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹമാണ്. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. കാൽവറിയുടെ കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി അവൻ രക്തം ചീന്തി പാപിയായ എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ അവനേറ്റ പങ്കപ്പാടുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. ഞാനൊരു കാര്യം ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്, കർത്താവിനെ അറിഞ്ഞില്ല എങ്കിൽ എനിക്ക് ഇങ്ങനെ നിങ്ങളോട് കർത്താവിനെ നടത്തിയ സാക്ഷ്യം പറയുവാനായിട്ട് പറ്റുകയില്ലായിരുന്നു. കുഞ്ഞുങ്ങളോടും യുവജനങ്ങളോടും അസമാധാനത്തിലായിരിക്കുന്നവരോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്, എന്നെ കർത്താവ് വളരെ മ്ലേച്ഛമായ അവസ്ഥയിൽ നിന്ന്, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് അവൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ കർത്താവ് എന്നെ സഹായിച്ചുവെങ്കിൽ
കർത്താവിനെ വേർതിരിച്ചുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളായാലും, ഏത് അസമാധാനത്തിൻ്റെ അവസ്ഥകളായാലും നിങ്ങൾ ഭാരപ്പെട്ടു പോകുവാനായിട്ട് ഇടവരരുത്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ നാം ചിന്തിക്കും. പക്ഷേ അതൊരു ശാശ്വതമായ കാര്യമല്ല. അത് നമ്മുടെ ജഡരക്തങ്ങൾക്കൊക്കെ കുറച്ച് ദുഃഖം കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഒരു പുതു മനുഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ചടക്കപ്പെട്ട കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. നിങ്ങളുടെ പാപം എത്ര ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസത്തിൽ, എന്തെങ്കിലും ദുഃഖത്തിലായിരിക്കുന്നുവെങ്കിൽ, എനിക്ക് നിങ്ങളുടെ മുമ്പേ ഉറപ്പോടെ പറയുവാനായിട്ട് ഇടയായിത്തീരും. യേശുവിനെ സ്വീകരിച്ചത്, അവൻ്റെ വചനങ്ങളെ അനുസരിച്ചത്, വർത്തമാനകാലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നടന്നത്, അതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറ്. ക്രിസ്തുവിൻ്റെ സ്നേഹം മാറ്റിമറിച്ച വിമൽ പ്രദീപ് ഇന്നൊരു ശക്തനായ മിഷണറി പ്രവർത്തകനാണ്. പാപദുശീലങ്ങളുടെ ഇരുണ്ട ഇടനാഴികളിൽ നിന്നും മോചനം ലഭിച്ച ഈ മിഷണറിയുടെ ജീവിതാനുഭവങ്ങൾ നമുക്കും പ്രചോദനമാണ്. അസമാധാനത്തിൽ നിന്നും സമാധാന മാർഗത്തിലേക്കുള്ള പുതുവഴിയുടെ മാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന പ്രേരക ശക്തിയാവുകയാണ് ഈ അനുഭവ സാക്ഷ്യം.